ഏത് ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കുന്ന വാരാഹി ദേവിയുടെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വളരെ കാലമായിട്ട് നമ്മൾ ശ്രമിക്കുന്ന കാര്യം സാധിക്കാതെ വരിക. അത് സാമ്പത്തികമാകാം, തൊഴിലാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രത്യേക ആവശ്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഭിന്നതകളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാവാം. നമ്മളിപ്പോൾ നടക്കുമെന്ന് വിചാരിച്ചിട്ട് വളരെ കാലമായിട്ട് ആ നടക്കാത്ത ആഗ്രഹത്തിന് മേൽ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന ഒരു വാരാഹി ലക്ഷ്മി മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വാരാഹി ദേവി വളരെ വേഗം നമ്മുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥന വളരെ വേഗം നടത്തി തരുന്നൊരു ദേവതയാണ്. അപ്പോൾ ആ ദേവിയുടെ മന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. നമ്മൾ ഈ വീഡിയോയുടെ അറ്റവും മുറിയും കണ്ട്, അല്ലെങ്കിൽ ഈ മന്ത്രം മാത്രം ജപിച്ചിട്ട് നിങ്ങൾക്ക് ഫലം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മിസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതിന് ശേഷം മാത്രം നിങ്ങൾ പ്രയോഗത്തിലേക്ക് കടക്കുക. ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ട സമയം എന്നത് 8 മണിക്ക് ശേഷം രാത്രിക്ക്, അതല്ലെങ്കിൽ 4 മണി ടു 6 മണി വരെയുള്ള പ്രഭാത സമയത്ത്. നമ്മൾ ഈ മന്ത്രം ജപിക്കാനുള്ള ദിശ ഒന്നുകിൽ കിഴക്ക് ദിശയും ഏറ്റവും ഉത്തമമായിട്ട് വടക്ക് ദിശയിലേക്കും തിരിഞ്ഞിരുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ നിലവിളക്ക് തെളിച്ചു വെക്കുക. അപ്പോൾ വാരാഹി ദേവിക്കായിട്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിളക്ക്, അതായത് സെപ്പറേറ്റായിട്ട് ആ ദേവിക്ക് വേണ്ടി മാത്രം തെളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കാത്ത ആളുകൾ മൺചിരാതായാലും തെളിച്ചാൽ മതിയാവും. നെയ്യ് ഉപയോഗിച്ച് തെളിക്കുകയാണെങ്കിൽ വളരെ വേഗം നമ്മുടെ കാര്യം നടക്കുന്നതായിരിക്കും. ഈ ഒരു മന്ത്രജപ സമയത്ത് നമുക്ക് മാതള നാരങ്ങ, അല്ലെങ്കിൽ പാല്, അതും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, വരാഹി ദേവിക്ക് ഇഷ്ടമുള്ള മധുര കിഴങ്ങ്, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് നേദ്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട്. ആ മന്ത്രജപം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്ക് ഒരു വെള്ളിയാഴ്ചയാണ് നമ്മൾ ജപിക്കുന്നത്. 21, 41, 108 ഈ ജപസംഖ്യകളിലാണ് നിങ്ങൾ ദേവിയുടെ മന്ത്രം ജപിക്കേണ്ടത്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ ഒരു മന്ത്രം ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് 9 വെള്ളിയാഴ്ചയോ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയായിട്ടോ, അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച ആയിട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരാഗ്രഹവും ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും, എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും വാരാഹി ദേവി അത് സാധിച്ചു തരും. അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഒരു ശക്തിയുള്ള മന്ത്രമാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പർ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കാനോ, അല്ലെങ്കിൽ കൈരേഖ പരിശോധിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ മന്ത്രം ഒന്ന് നോക്കാം. ഓം ക്ലീം ഐം ഗ്ലൗം വാരാഹി ദേവി സർവകാര്യസാധിനി സർവാഭീഷ്ടസിദ്ധിർഭവതി ഹും ഫട്ട് സ്വാഹ. അപ്പോൾ ഈ മന്ത്രം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗ രീതി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് വളരെ വേഗം സാധിച്ചു കിട്ടുന്നതായിരിക്കും.